നമസ്കാരം. ബജറ്റ് അവതരണ ദിനത്തിൽ രാജ്യത്തെ എല്ലാ കണ്ണുകളും ധനമന്ത്രി നിർമ്മല സീതാരാമനിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ തയ്യാറാക്കുന്ന ബജറ്റിനൊപ്പം അന്ന് ധരിക്കുന്ന സാരിയും എപ്പോഴും ചർച്ചയാകാറുണ്ട്. പതിവ് പോലെ ഇന്നലെ നടന്ന ബജറ്റിൽ നിർമ്മല സീതാരാമൻ ധരിച്ച സാരിയെ പറ്റി തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച. ഏഴാം ബജറ്റ് അവതരണത്തിനായി ധനമന്ത്രി തിരഞ്ഞെടുത്തത് മഞ്ഞയും ഗോൾഡനും ബോർഡറിലുള്ള വെളുത്ത പട്ടുസാരിയാണ്. ആന്ധ്രയിൽ നിന്നുള്ള ഈ ഓഫ് വൈറ്റ് സിൽക്ക് സാരിക്ക് മംഗൾഗിരി എന്നാണ് പേര്. 2019 ബജറ്റ് അവതരിപ്പിച്ചു തുടങ്ങിയ കാലം മുതൽ നിർമ്മല സീതാരാമന്റെ സാരികളും വാർത്തകളിൽ ഇടം നേടാറുണ്ട്. കൈത്തറിയിൽ നെയ്തെടുത്ത സാരികളാണ് ഇവയെല്ലാം എന്നതാണ് ഒരു പ്രത്യേകത. ഈ വർഷം ആദ്യം ഇടക്കാല ബജറ്റിനായി ബംഗാളിൽ നിന്നുള്ള ഇളം നീല നിറത്തിലുള്ള ടസർ സിൽക്കിന്റെ സാരി ആയിരുന്നു നിർമ്മല സീതാരാമൻ ധരിച്ചത്. ബംഗാളിലെ കുടിൽ വ്യവസായം എന്ന നിലയിൽ പേരുകേട്ട കാന്ത വർക്കായിരുന്നു ചിത്രത്തുന്നലോടുകൂടിയ ടസർ സിൽക്ക് സാരിയിൽ ഉണ്ടായിരുന്നത്. റണ്ണിംഗ് സ്റ്റിച്ചിങ് എന്ന ലളിതമായ തുന്നൽ ചേരുന്നതാണ് കാന്ത എംബ്രോയിഡറി. 2023 സഹമന്ത്രി പ്രഹ്ലാദ് ജോഷി സമ്മാനിച്ച കൈകൊണ്ട് നവലകുണ്ട എംബ്രോയിഡറി ചെയ്ത ചുവന്ന നിറത്തിലുള്ള സാരിയായിരുന്നു നിർമ്മല സീതാരാമൻ ധരിച്ചത്. ഈ സാരിയിൽ മയിൽ, താമര, രഥം, ഗോപുരം തുടങ്ങിയ രൂപങ്ങൾ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ടായിരുന്നു. 2022 ബജറ്റ് അവതരണത്തിനായി റെസ്റ്റ് മെറൂൺ നിറത്തിലുള്ള ബോങ്കൈ സാരിയാണ് നിർമ്മല സീതാരാമൻ തിരഞ്ഞെടുത്തത്. ഇതിന് വെള്ളി നിറത്തിലുള്ള ബോർഡർ ആയിരുന്നു ഉണ്ടായിരുന്നതും. അതേസമയം 2021 ചുവപ്പും ഓഫ് വൈറ്റ് നിറവും ചേർന്ന പോച്ചമ്പള്ളി സാരിയാണ് നിർമ്മല സീതാരാമൻ എത്തിയത്. തെലങ്കാനയിലെ ഭൂതാനിലുള്ള പോച്ചമ്പള്ളിയിലാണ് ഈ സാരി നെയ്തെടുത്തിരിക്കുന്നത്. നീല ബോർഡറുള്ള ഗോൾഡൻ സിൽക്ക് സാരിയായിരുന്നു 2020 ബജറ്റ് അവതരണത്തിനായി ധനമന്ത്രി തിരഞ്ഞെടുത്തത്. ക്രിസ്പി യെല്ലോ ഗോൾഡ് നിറമായിരുന്നു സാരിക്ക്. നിർമ്മല സീതാരാമന്റെ ആദ്യ ബജറ്റായ 2019 പിങ്ക് മംഗൾഗിരി സാരിയാണ് നിർമ്മല സീതാരാമൻ ധരിച്ചത്. സാരിക്ക് വെള്ളി നിറത്തിലുള്ള ബോർഡർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ബജറ്റ് രേഖകൾ ബ്രീഫ് കേസിൽ കൊണ്ടുവരുന്ന പതിവ് മാറ്റിയതും ഈ ബജറ്റിലായിരുന്നു. ഇതിനു പകരം ബജറ്റ് പേപ്പറുകൾ ചുവന്ന സിൽക്ക് തുണിയിൽ പൊതിഞ്ഞായിരുന്നു അന്നു മുതൽ കൊണ്ടുവന്നത്. ഇതിനോടൊപ്പം ദേശീയ ചിഹ്നവും പതിപ്പിച്ചിരുന്നു. അതേസമയം ദീർഘകാല സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും മുന്നിൽ കണ്ട് 9 മേഖലകൾക്കാണ് 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഊന്നൽ നൽകുന്നത്. കാർഷികോൽപാദനം, തൊഴിൽ, നൈപുണ്യ വികസനം, മാനവ വിഭവശേഷിയും സാമൂഹിക നീതിയും, ഉൽപാദനവും സേവനവും, നഗരവികസനം, ഊർജ സുരക്ഷ, അടിസ്ഥാന സൗകര്യം, ഗവേഷണം തുടങ്ങി 9 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് വികസനം നടപ്പാക്കുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.